എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 55-ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ സർഗത്തിൽ പറഞ്ഞു നിർത്തിയത് വിശ്വാമിത്രൻ്റെ സൈന്യവും അതുപോലെ തന്നെ വസിഷ്ഠൻ്റെ പ്രിയ ധേനുവായിട്ടുള്ള കാമധേനുവിൻ്റെ ശരീരത്തിൽ നിന്നും പുറപ്പെട്ടവരായ സൈന്യങ്ങളും തമ്മിലുള്ളതായ ഏറ്റുമുട്ടലിനെ പറ്റിയിട്ടാണ്. അത് നിന്നുണ്ടായിരുന്നില്ല, പിന്നെയും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. വിശ്വാമിത്രൻ്റെ സൈന്യം അതികഠിനമായിട്ട് ആക്രമിച്ചിട്ട് വസിഷ്ഠൻ്റെ കാമധേനുവിൻ്റെ സൈന്യത്തെ അവരെ വിറപ്പിച്ചു. യവനന്മാരെ, കാമ്പോജന്മാരെ തുടങ്ങിയിട്ടുള്ള സൈന്യങ്ങളെ മുഴുവനും വിറപ്പിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ഇനി എന്താണ് ഉണ്ടാവാൻ പോണത് നോക്കാം. 1-ാമത്തെ ശ്ലോകം നോക്കാം. തതസ്ഥാനാകുലാൻ ദൃഷ്ട്വാ വിശ്വാമിത്രാസ്ത്രമോഹിതാൻ വസിഷ്ഠശ്ചോദയാമാസ കാമധുക്സൃജയോഗത. തതഃ താൻ ആകുലാൻ വിശ്വാമിത്ര അസ്ത്രമോഹിതാൻ ദൃഷ്ട്വാ. തതഃ അതിനുശേഷം, അപ്പോൾ യവനന്മാരെ, കാമ്പോജന്മാരെ, ബർബരന്മാരെ തുടങ്ങിയിട്ടുള്ള ശകന്മാരെ തുടങ്ങിയിട്ടുള്ളവരൊക്കെ വിശ്വാമിത്രൻ്റെ ആക്രമണങ്ങളെ കൊണ്ട് മോഹിതരായിട്ട് വീണ് കിടക്കുകയായിരുന്നു. അവരെല്ലാവരും ആകുലരായി തീർന്നു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ആ സമയത്ത് വിശ്വാമിത്രൻ്റെ അസ്ത്രങ്ങളാൽ മോഹിതരായി ഭൂമിയിൽ വീണ് കിടക്കുന്നവരായ ഈ പറഞ്ഞ വസിഷ്ഠന് അനുകൂലമായിട്ടുള്ള ഭടന്മാരെ കണ്ടിട്ട് വസിഷ്ഠ ചോദയാമാസ കാമധുക്സൃജ യോഗത. വസിഷ്ഠൻ എന്ത് ചെയ്തു? കാമധേനുവിനെ പ്രചോദിപ്പിച്ചു, കാമധേനുവിനെ പ്രേരിപ്പിക്കുകയാണ്. എന്ത് പറഞ്ഞിട്ട്? ഇനിയും സൈന്യങ്ങളെ സൃഷ്ടിക്കൂ, വിശ്വാമിത്രനെ ആക്രമിക്കൂ, വിശ്വാമിത്രൻ്റെ സൈന്യത്തെ ആക്രമിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാമധുക്ക് എന്ന് പറഞ്ഞാൽ കാമധേനുവിനെ വിളിക്കുകയാണ്. കാമധുക്ക് യോഗത സൃജ, നിന്റെ യോഗശക്തി കൊണ്ട് സൈന്യങ്ങളെ സൃഷ്ടിച്ചാലും, എന്നിട്ട് വിശ്വാമിത്രനെ തോൽപ്പിക്കൂ എന്നാണ് വസിഷ്ഠൻ പറയണത്. അത് കേട്ടിട്ട് എന്താണ് സംഭവിച്ചതെന്ന് പറയാം. 2-ാമത്തെ ശ്ലോകം നോക്കാം. തസ്യാഹുങ്കാരതോ ജാതാഃ കാംബോജാരവിസന്നിഭാ ഊധസശ്ചാഥ സംഭൂതാ ബർബരാശസ്ത്രപാണയ. അങ്ങനെ വസിഷ്ഠന്റെ പ്രേരണ മൂലം പിന്നെയും കാമധേനു സൈന്യങ്ങളെ സൃഷ്ടിക്കുകയാണ്. ആദ്യം ആരെയാണ് സൃഷ്ടിച്ചത്? കാംബോജാഹ രവിസന്നിഭാഹ. കാംബോജാഹ രവിസന്നിഭാഹ, സൂര്യനെ പോലെ തിളങ്ങുന്നവരായ ശക്തിമാന്മാരായിട്ടുള്ള തേജസ്വികളായിട്ടുള്ള കുറേ ഭടന്മാരെ, അവരുടെ പേരാണ്, അവർ കാംബോജത്തിൽ നിന്ന് വന്നവരാണ്. കാംബോജന്മാരെ ഈ ധേനു സൃഷ്ടിച്ചു. എവിടെ നിന്നാണ് സൃഷ്ടിച്ചത്? ഹുങ്കാരത, അവളുടെ ഹുങ്കാരവത്തിൽ നിന്ന്, ആ പശുവിൻ്റെ കരച്ചിലിൽ നിന്ന്, ഉറക്കെയുള്ളതായ കരച്ചിലിൽ നിന്ന് കാംബോജന്മാർ അഥവാ കാംബോജന്മാർ ജനിച്ചു. അടുത്തത് ബർബരന്മാരാണ്, ശസ്ത്രപാണികളായിട്ടുള്ള ബർബരന്മാർ, മറ്റൊരു കൂട്ടർ. അവർ ജനിച്ചത് എവിടെ നിന്നാണ്? ഊധസഹ, ഊധസിൽ നിന്ന്. ഊധസ് എന്ന് പറഞ്ഞാൽ അകിട് എന്നാണ് അർത്ഥം. കാമധേനുവിൻ്റെ അകിടിൽ നിന്ന് ബർബരന്മാർ എന്നു പേരുള്ള സൈന്യങ്ങൾ ജനിച്ചു. അടുത്തത് 3-ാമത്തെ ശ്ലോകം നോക്കാം. യോനിദേശാച്ചയവനാ ശകൃദ്ദേശാച്ഛകാസ്മൃതാഃ രോമകൂപേഷു മ്ലേച്ഛാസു ഹാരീതാസകിരാതകാഃ. ഈ പ്രാസം വെച്ച് ഒപ്പിച്ചിട്ട് അങ്ങനെയുള്ളൊരു ശ്ലോകമാണിത്. യവനന്മാർ ജനിച്ചത് യോനിദേശത്തിൽ നിന്ന്, ശകന്മാർ ജനിച്ചത് ശകൃത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ യോനിദേശം, യോനിയിൽ നിന്ന്. സാധാരണ എങ്ങനെയാണോ മനുഷ്യരൊക്കെ ജനിച്ചു വീഴുന്നത്, അതുപോലെ യോനി പ്രദേശത്തിൽ നിന്ന് യവനന്മാർ, യാ ന യാ വ ന എന്നുള്ള വാക്കൊക്കെ ചേർത്തുകൊണ്ട് പറഞ്ഞതായിരിക്കണം. അങ്ങനെ യവനന്മാർ ജനിച്ചു. അതിനുശേഷം ശകൃത്ത് എന്ന് പറഞ്ഞാൽ മലദ്വാരം അല്ലെങ്കിൽ ചാണകം എന്നൊക്കെ അർത്ഥമുണ്ട് ശകൃത്ത് എന്ന് പറയുമ്പോൾ. അതിൽ നിന്ന് ജനിച്ചു ശകന്മാർ. അപ്പം ശകൃത്തിൽ നിന്ന് ശകന്മാരും യോനിദേശത്തിൽ നിന്ന് യവനന്മാരും ജനിച്ചു. അവരെയൊക്കെ സൃഷ്ടിച്ചെടുത്തു. അതോടൊപ്പം തന്നെ രോമകൂപേഷു മ്ലേച്ഛാസു ഹാരീതാസ കിരാതകാഹ. രോമകൂപങ്ങളിൽ നിന്ന്, നിറയെ രോമങ്ങളുണ്ടല്ലോ, ചെറിയ ചെറിയ രോമങ്ങളുണ്ട്, വാലുമയൊക്കെ വലിയ രോമങ്ങളുണ്ട്. ആ രോമകൂപങ്ങളിൽ നിന്നൊക്കെ മ്ലേച്ഛന്മാരെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടരാണ്. അവരെയൊന്നും സംസ്കാര സമ്പന്നരായിട്ട് കണക്കാക്കിയിട്ടില്ല. അവർ ഈ കാട്ടിലൊക്കെ താമസിക്കുന്നവർ, അങ്ങനെയുള്ളവരെയാണ് മ്ലേച്ഛന്മാരെന്ന് വിളിക്കുന്നത്. ആ മ്ലേച്ഛന്മാർ ജനിച്ചു വന്നു രോമകൂപങ്ങളിൽ നിന്ന്. അതുപോലെ ഹാരീതന്മാർ
കിരാതന്മാര് തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ, ശബരന്മാര് തുടങ്ങിയിട്ടുള്ള ഈ ആർഷമായ അല്ലെങ്കിൽ നാഗരിക സംസ്കാരം ഒട്ടും തന്നെ തീണ്ടിയിട്ടില്ലാത്ത ഒരു കൂട്ടം ജനങ്ങള്, അവരൊക്കെ സൈന്യങ്ങളാണ്. അവരൊക്കെ ഈ പശുവിന്റെ രോമകൂപങ്ങളിൽ നിന്നും ജനിച്ചു എന്നാണ് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എന്നിട്ട് 4-ാമത്തെ ശ്ലോകം നോക്കാം. തൈസ്തന്നിഷൂദിതം സർവം വിശ്വാമിത്രസ്യ തത്ക്ഷണാത് സപജാതിഗജം സാശ്വം സരഥം രഘുനന്ദന. അല്ലയോ രഘുനന്ദന, അല്ലയോ ശ്രീരാമ, സപദാതിഗജം സാശ്വം സരഥം. ഇതാണ് ചതുരംഗപ്പട. സപദാതി, പദാതികള് എന്ന് പറഞ്ഞാൽ പത്തികള് അല്ലെങ്കിൽ കാലാൾ എന്നർത്ഥം. അവര്, അതുപോലെ തന്നെ ഗജം, അശ്വത്തോടു കൂടിയത്, രഥത്തോടു കൂടിയത്, അതൊക്കെ അശ്വങ്ങള് രഥങ്ങളൊക്കെ ചേർന്നതായിട്ടുള്ള ചതുരംഗബലം പെട്ടെന്ന് തന്നെ എന്താണ് ചെയ്തത്? വിശ്വാമിത്രസ്യ സർവം തൈഹി നിഷൂദിതം തത്ക്ഷണാത്. നിമിഷ നേരങ്ങളെ കൊണ്ട് വിശ്വാമിത്രന്റെ സൈന്യങ്ങളെ മുഴുവനും, ഈ പറഞ്ഞ ചതുരംഗപ്പട, വിശ്വാമിത്രന്റെ സൈന്യങ്ങളെ വസിഷ്ഠന്റെ സൈന്യം അല്ലെങ്കിൽ കാമധേനുവിന്റെ സൈന്യം നിമിഷ നേരം കൊണ്ട് ഇല്ലാതെയാക്കി. അതാണ് തൈഹി തന്നിഷൂദിതം സർവം, തത് സർവം തൈഹി നിഷൂദിതം. വിശ്വാമിത്രന്റെ എല്ലാമായ സൈന്യങ്ങളെ മുഴുവനും ഈ പടകള് കൊന്നൊടുക്കുകയും ചെയ്തു. അത് കണ്ടപ്പോൾ വിശ്വാമിത്രന് വളരെയധികം ദേഷ്യം വന്നു. വിശ്വാമിത്രൻ എന്താ ചെയ്തേ? ദൃഷ്ട്വാ നിഷൂദിതം സൈന്യം വസിഷ്ഠേന മഹാത്മന വിശ്വാമിത്രസുതാനാം തു ശതം നാനാവിധായുധം അഭ്യധാവത്സു സംക്രുദ്ധം വസിഷ്ഠം ജപതാമരം ഹുങ്കാരേണൈവ താൻ സർവാൻ നിർദദാഹ മഹാനുഷി. 5-6 കൂടി ഒരുമിച്ച് ചൊല്ലിയാലേ അർത്ഥം പറയാൻ പറ്റുള്ളൂ. ദൃഷ്ട്വാ നിഷൂദിതം സൈന്യം വസിഷ്ഠേന, മഹാത്മന വസിഷ്ഠേന നിഷൂദിതം സൈന്യം ദൃഷ്ട്വ. മഹാത്മാവായിട്ടുള്ള വസിഷ്ഠനാൽ വധിക്കപ്പെട്ട സൈന്യത്തെ കുറിച്ച് കണ്ടിട്ട്, വിശ്വാമിത്രന്റെ സൈന്യം മുഴുവനും വസിഷ്ഠനും കാമധേനുവും അവരുടെ സൈന്യങ്ങളും ചേർന്ന്, അല്ലെങ്കിൽ അവരുടെ സൈന്യങ്ങളാണ് ഈ വിശ്വാമിത്രന്റെ പടകളെ മുഴുവനും ഇല്ലായ്മ ചെയ്തു, വധിച്ചു കളഞ്ഞു എന്ന് കണ്ടപ്പോൾ എന്താണ്ടായത്? വിശ്വാമിത്രസുതാനാം ശതം നാനാവിധായുധം, വിവിധ അസ്ത്രങ്ങളും ആയുധങ്ങളും ഒക്കെ കൈപിടിച്ചുകൊണ്ട് വിശ്വാമിത്രന്റെ 100 മക്കൾ അവിടേക്ക് വരുണ്ടായി. പെട്ടെന്ന് തന്നെ പാഞ്ഞെടുത്തു. അതാണ് വിശ്വാമിത്രസുതാനാം ശതം. വിശ്വാമിത്രസുതന്മാരൊരു 100 പേര് വസിഷ്ഠനെ ആക്രമിക്കാനായിട്ട് വന്നു. അതാണ് അഭ്യധാവത്സു സംക്രുദ്ധം വസിഷ്ഠം ജപതാം വരം. വസിഷ്ഠം ജപതാം വരം, അതായത് തപസ് ചെയ്ത് ജപിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ പദവിയിൽ ബ്രഹ്മർഷിയായി തീർന്ന ആ വസിഷ്ഠനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വസിഷ്ഠന്റെ അടുത്തേക്ക് ചെന്നത്. അതാണ് വസിഷ്ഠം അഭ്യധാവത്, വസിഷ്ഠന്റെ നേർക്ക് പാഞ്ഞെടുത്തു. വസിഷ്ഠനെ ശരിക്കും പേടിയില്ല എന്നുള്ളത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. വിശ്വാമിത്രന്റെ സൈന്യം മുഴുവൻ വന്നപ്പോൾ, അയ്യോ നിന്നെ പിടിച്ചു കെട്ടാൻ എനിക്ക് പറ്റില്ലല്ലോ കാമധേനോ എന്നൊക്കെ പറഞ്ഞിട്ട് കാമധേനുവിനെ വിട്ടുകൊടുക്കാൻ വെറുതെ പുറപ്പെട്ട ആളാണ്. ഇപ്പോൾ വിശ്വാമിത്രന്റെ മക്കൾ മുഴുവനും വസിഷ്ഠനെ ആക്രമിക്കാൻ വന്നപ്പോൾ എന്താ ചെയ്തത്? ഹുങ്കാരേണ ഇവ താൻ സർവാൻ നിർദദാഹ മഹാൻ ഋഷി. ആ മഹാനായിട്ടുള്ള ഋഷീശ്വരൻ ഉണ്ടല്ലോ, അദ്ദേഹം തൻ്റെ ഹുങ്കാരേണ ഒരു മൂളലങ്ങട് മൂളിയതോടു കൂടിയിട്ട് ആ മൂളലിൽ എന്തുണ്ടായി? സർവാൻ താൻ നിർദദാഹ, വിശ്വാമിത്രന്റെ സൈന്യങ്ങൾ മുഴുവൻ, വിശ്വാമിത്രന്റെ സൈന്യമല്ല വിശ്വാമിത്രന്റെ മക്കള് 100 മക്കളും ആ ഒരൊറ്റ മൂളലിൽ കത്തി ചാമ്പലായിപ്പോയി. എന്നിട്ടാണ് ഇനിയുള്ള ബാക്കിയുള്ള സൈന്യങ്ങളുടെ കാര്യം. വസിഷ്ഠന് പറ്റാഞ്ഞിട്ടല്ല, പക്ഷേ പരമാവധി തൻ്റെ ആ ക്രോധമൊന്നും എടുക്കണ്ട, പുറത്തേക്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് യുദ്ധം ചെയ്യാനൊന്നും പുറപ്പെടാഞ്ഞത്. ഇനി അതിനുശേഷം എന്തും കൂടി ഉണ്ടായി? 7-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. തേ സാശ്വരഥപാദാത വസിഷ്ഠേന മഹാത്മന ഭസ്മീകൃതാ മുഹൂർത്തേന വിശ്വാമിത്രസുതാസ്തഥാ. തേ സ അശ്വരഥപാദാതാഹ വസിഷ്ഠേന മഹാത്മന ഭസ്മീകൃത. അങ്ങനെ മക്കളെ മാത്രമൊന്നുമല്ല, വിശ്വാമിത്രൻ പറഞ്ഞയച്ചതായ ബാക്കി സൈന്യങ്ങളെ മുഴുവനും തന്നെ വസിഷ്ഠൻ കത്തിച്ചാമ്പലാക്കിച്ചു കളഞ്ഞു. അതാണ് സ അശ്വരഥപാദാതാഹ. അശ്വങ്ങള്, രഥങ്ങള്, ആന, പദാതികള് എല്ലാവരെയും തന്നെ എല്ലാവരും എന്തായി തീർന്നു? മഹാത്മനാ വസിഷ്ഠേന മുഹൂർത്തേന ഭസ്മീകൃത,
നിമിഷ നേരങ്ങളെ കൊണ്ട് മഹാത്മാവായിട്ടുള്ള വസിഷ്ഠനാൽ ഭസ്മീകരിക്കപ്പെട്ടു. ഒരു പിടി ചാമ്പലായി തീർന്നു എല്ലാവരും. ആരൊക്കെ? വിശ്വാമിത്രൻ്റെ മക്കളും വിശ്വാമിത്ര സുതാഹ, അതുപോലെ തന്നെ അശ്വങ്ങൾ, രഥങ്ങൾ, പദാതികൾ, ആനകൾ, ഈ സൈന്യങ്ങൾ മുഴുവനും തന്നെ വസിഷ്ഠൻ്റെ ഒരൊറ്റ ഹുങ്കാരം കൊണ്ട് ഒരു പിടി ചാരമായി തീർന്നു എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തുന്നത്. ബാക്കി കഥകൾ അടുത്ത ദിവസം നോക്കാം. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. തതസ്ഥാനാകുലാൻ ദൃഷ്ട്വാ വിശ്വാമിത്രാസ്ത്രമോഹിതാൻ വസിഷ്ഠശ്ചോദയാമാസ കാമധുക്സൃജയോ ഗതഃ തസ്യാ ഹുങ്കാരതോ ജാതാഃ കാംബോജാരവിസന്നിഭാ ഊധസശ്ചാഥ സംഭൂതാ ബർബരാ ശസ്ത്രപാണയഃ യോനിദേശാच्च യവനാഃ ശകൃദ്ദേശാच्च കാസ്മൃതാഃ രോമകൂപേഷു മ്ലേച്ഛാസു ഹാരീതാഃ സകിരാതകാഃ തൈസ്തന്നിഷൂദിതം സർവം വിശ്വാമിത്രസ്യ തത്ക്ഷണാത് സപദാദിഗജം സാശ്വം സരഥം രഘുനന്ദന ദൃഷ്ട്വാ നിഷൂദിതം സൈന്യം വസിഷ്ഠേന മഹാത്മന വിശ്വാമിത്രസുതാനാം തു ശതം നാനാവിധായുധം അഭ്യധാവത്സു സംക്രുദ്ധം വസിഷ്ഠം ജപതാം വരം ഹുങ്കാരേണൈവ താൻ സർവാൻ നിർദദാഹ മഹാനുഷി തേ സാശ്വരഥപാദാതാ വസിഷ്ഠേന മഹാത്മന ഭസ്മീകൃതാ മുഹൂർത്തേന വിശ്വാമിത്രസുതാസ്തഥാ. അങ്ങനെ എല്ലാവരും ആ വസിഷ്ഠൻ്റെ ദേഷ്യത്തിൽ കത്തിച്ചാമ്പലായി പോയി എന്നാണ് ഇവിടെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഉണ്ടാവാൻ പോണത് എന്നുള്ളത് അടുത്ത ദിവസം നോക്കാം. സുന്ദരമായിട്ടുള്ള ശ്ലോകങ്ങൾ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.